ഹായ്, വെൽക്കം ടു ബ്ലാക്കീസ്. വ്ളോഗില്ല, വ്ളോഗൊന്നുമല്ല, ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയല്ല ഇപ്പോൾ വരുന്നത്. ഇന്നിപ്പോൾ ഞാൻ വന്നേക്കുന്നത് വേറൊരു കുഞ്ഞു വിശേഷം പറയാൻ വേണ്ടിയാണ്. അതായത് നിങ്ങൾക്കിത് മനസ്സിലായല്ലോ എവിടെയാന്ന്? അതിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കണേന്ന്. നമ്മുടെ അളിയൻസിൻ്റെ വീട്ടുമുറ്റത്ത്, അലിയൻസിൻ്റെ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. എന്തിനാണ് നിൽക്കണമെന്ന് ചോദിച്ചു നോക്ക്, ചോദിക്കി. എന്തിനാ മോളെ നിൽക്കുന്നത്? നീ ഇവിടെ എന്താ വന്നേ? ഞാനിവിടെ അഭിനയിക്കാൻ വന്നതാ. അങ്ങനെ സിമിയും ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ, മഞ്ജു പറഞ്ഞ് ഈ മറ്റേ നമ്മുടെ ഷോർട്ട് വീഡിയോസ് തുടങ്ങുന്നതിന് മുമ്പ് നീ അഭിനയിക്കണം എങ്ങനെയാണെന്നൊന്ന് അവൾക്ക് കാണണം എന്ന് പറഞ്ഞില്ലേടി നീ? അതൊക്കെ പറഞ്ഞിട്ടാ കാണണം എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് അഭിനയിക്കാനൊന്നും വലിയതൊന്നും അല്ല, നീ ആദ്യം വന്നൊന്ന് അളിയൻസിൽ അഭിനയിച്ചു നോക്കുമെന്ന് പറഞ്ഞു. ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ വന്നേക്കാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അളിയൻസിൽ നിന്നെ എടുക്കാൻ പോവല്ലേ, അതൊക്കെ എടുക്കും. ഒരു ക്യാരക്ടർ വന്ന് അപ്പോൾ അവൾ എന്നുവെച്ചാൽ ഒരു കഥാപാത്രം വന്നു, അപ്പോൾ അത് അവളെ കൊണ്ട് ചെയ്യിക്കാമെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ അവളെ വിളിച്ചതാ കേട്ടോ. വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, കേട്ടോ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ, എനിക്ക് മറ്റേ നമ്മുടെ സീരീസിൽ ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അടിപൊളിയായിട്ട് ചെയ്തു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട്. ഗ്ലിസറിനൊന്നും അല്ല, അത് നീയല്ലല്ലോ പറയേണ്ടത്. നീ ഞാൻ എന്ത് ചെയ്താലും അടിപൊളിയെന്ന് പറയുള്ളൂ. അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾ പറയണോട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അഭിനയം എന്ന്. എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് അറിയുമ്പോൾ അങ്ങോട്ട് ഔട്ടാക്കാം. പിന്നെ വേറെ പുതിയ വിശേഷം നമുക്കറിയാലോ, അതേ തങ്കമ്മ കുറേ പേര് കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ വ്ളോഗിലൂടെ. തങ്കമ്മനെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തങ്കമ്മ, ഞങ്ങളുടെ പുതിയ അംഗം. വിളിച്ചാലും ആരുടെ കൂടെയും പോകുന്നൊരു തങ്കമ്മ. അതെ, എനിക്ക് ഭയങ്കര ലോൺലിനെസ് ഒക്കെ തോന്നിയപ്പോൾ കിട്ടിയതാണ്. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇവിടെ കണ്ടാൽ ആർക്കും അങ്ങനെ ഇങ്ങനെ ഈ പെറ്റ്സിന് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പോലും ഇവിടെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയ്യോ ഒരെണ്ണം വീട്ടിലേക്ക് മേടിച്ചാലോ. ഞങ്ങൾ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കും തങ്കമ്മയുടെ. തങ്കമ്മ എടി വേടി വേടി മൈൻഡില്ല. അപ്പൊ അതാണ് ഞങ്ങളുടെ തങ്കമ്മ. പിന്നെ നമ്മുടെ അളിയൻസിന്റെ വേറൊരു വിശേഷമുണ്ട്. അളിയൻസ് ഇപ്പോൾ ശരിക്കും 1000 എപ്പിസോഡിലേക്ക് അടുത്തോണ്ടിരിക്കണേണ്. എത്ര നാളായല്ലേ. ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട് മഞ്ജു, ആദ്യം മഞ്ജുവിന് അളിയൻസ് കിട്ടിയപ്പോഴത്തേക്കും എന്തൊരു ദേഷ്യമായിരുന്നറിയോ. അവൾക്ക് യാത്ര ഇഷ്ടമല്ല പൊതുവേ. തിരുവനന്തപുരം വരെ പോകണം. ഒന്ന് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ സിറ്റി എനിക്ക് തീരെ അപരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. ആരെ അറിയില്ല എനിക്ക്. ഇവിടുത്തെ സ്ഥലങ്ങൾ അറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഫുഡ് ഒന്നും എനിക്കൊന്നും അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാരെ ആരെയും എനിക്കറിയില്ല, ഒരു പരിചയം ഇല്ലാതിരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ ലൈഫിന്റെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഈ ഷെഡ്യൂള് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക്, അതായത് കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അടുത്ത ഷെഡ്യൂളിന് തിരുവനന്തപുരം പോണോല്ലാടി എനിക്ക് വയ്യ. ഇപ്പൊ അങ്ങനെ പറഞ്ഞിരുന്ന വെച്ചാൽ മനുഷ്യത്തി ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരണില്ല. കൊച്ചിയിലേക്ക് വരാൻ വേണ്ടി ഞാൻ ഇവള് കാല് പിടിക്കും. എത്ര ദിവസം ഇവിടെ ഒന്ന് കണ്ടിട്ട് ഒന്ന് വാന്നും പറഞ്ഞിട്ട് ഒരു ദിവസം ബ്രേക്ക് കിട്ടിയാലും അവൾ ഇവിടെ നിൽക്കും. ഇപ്പൊ ഇവിടെ ഒരു വീടൊക്കെ എടുത്ത് ഞാൻ ഇവിടെ അങ്ങ് സെറ്റാണ് അടിപൊളിയായിട്ട്. അങ്ങനെ അങ്ങ് ഇപ്പൊ ട്രിവാൻഡ്രം എൻ്റെ നാട് പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടതായി. അങ്ങനെ ഇപ്പൊ ദേ എനിക്ക് കൂട്ടുതേ ഇവളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മഞ്ജു ഫസ്റ്റത്തേല് ആദ്യത്തെ ആ ഒരു തങ്കത്തിന്റെ ഇതിന്ന് ഇപ്പോഴത്തെ തങ്കവുമായിട്ട് കുറെയൊക്കെ വ്യത്യാസമില്ലേ? ഇപ്പൊ സ്വഭാവത്തിലും അതേട്ടാ, പഴയ മഞ്ജു അല്ല ഇപ്പോഴത്തെ മഞ്ജു. ഇപ്പോഴത്തെ മഞ്ജു വൃത്തിയിട്ടവളാ. ഒന്നുമില്ല കേട്ടാ. അവളിങ്ങനെ തങ്കത്തിനെ ഭയങ്കരമായിട്ട് ആവാഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അവള് തങ്കത്തിലൂടെ ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ് സത്യത്തിൽ. അതാ സത്യം. അപ്പൊ നമ്മുടെ മഞ്ജുവും തങ്കവും തമ്മിലുള്ള വ്യത്യാസവും സിമിലാരിറ്റി എന്താടി? മഞ്ജു തങ്കത്തിൻ്റെ അത്രയും മെൻ്റലി ഫ്രീ ആയിട്ടുള്ള ഒരാളല്ല എന്ന് തോന്നുന്നുണ്ട്. തങ്കം ഉള്ളത് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് അവർക്ക് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളെക്കുറിച്ച് മാത്രമേ. നീയുള്ളതൊക്കെ വിളിച്ചു പറയൂലേ? അങ്ങനെയല്ല, എന്നെപ്പോലെയല്ല. വാടാ അവനെ പിടിച്ചോടാ. എന്നെപ്പോലെയല്ല തങ്കം. തങ്കത്തിനെ സ്നേഹിക്കാൻ തങ്കത്തിന് എല്ലാവരും ഉണ്ട്. എനിക്കും ഉണ്ട് എല്ലാവരും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലൊക്കെ തോന്നും. തങ്കത്തിന് അങ്ങനെയൊന്നുമില്ല. എപ്പോഴും ചുറ്റും ബഹളവും വഴക്കും അടിയും അങ്ങനെയൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊന്നുമല്ല. ഭയങ്കര
അതായത് നമ്മൾ അളിയൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് ഒരു 500 എപ്പിസോഡ് അളിയൻ വേഴ്സസ് അളിയൻ എപ്പിസോഡ് പോയി. അതിനുശേഷം നമ്മൾ കൗമുദിയിൽ ഇത് ചെയ്യാൻ വേണ്ടി വിളിച്ചു, അളിയൻസ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ നമ്മളോർത്തു ഒരു 200 പോകുമായിരിക്കും എന്ന് വിചാരിച്ചു. അത് 200-ൽ നിന്ന് 500-ലേക്ക് എത്തി. അപ്പോൾ 500 ആയപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു 500 പോയില്ലേ, ഇനിയിപ്പോൾ നിന്നാലും കുഴപ്പമില്ല 500 എപ്പിസോഡ്. പക്ഷെ നിർത്തുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വിഷമമാണ്. 500 പോയി, 600-ആയി, 700-ആയി, ഇപ്പോൾ ഇത് 1000 ആവാൻ പോണു. ചാനൽ ഇപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങളൊക്കെ പറയും നമ്മൾ വന്ന സമയത്തുള്ള ഞാനേ അല്ല ഇപ്പോൾ. സത്യം എന്തൊരു മാറ്റമാണ് എടി 2016 വന്നു, ഇപ്പൊ 2024-ആയി. എത്ര വർഷമാണ്? 8 വർഷം. എനിക്ക് 8 വയസ്സ് കുറവായിരുന്നു അന്ന്. ഇപ്പൊ 42 വയസ്സുണ്ടെങ്കിൽ അന്ന് 34 വയസ്സാറ്റേ ഉള്ളൂ. 34 വയസ്സിന്റെ വേറൊരാളാണ് നമ്മുടെ സ്വഭാവം ഉറപ്പായിട്ടും മാറി. അതുപോലെ ഇവിടെ എല്ലാവർക്കും ആയിട്ട് വന്നു. അങ്ങനെ പ്രീറ്റോച്ചിന് പ്രായമായി, അനീഷേട്ടന് പ്രായമായി. എല്ലാവരും അവരുടെ ഈ അളിയൻസിലൂടെ തന്നെ എല്ലാവരും ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ പറയുവേ ഇനിയിപ്പോൾ ചിലപ്പോൾ 1000 എന്നുള്ളത് 2000 ആകും, 3000 ആകും. ഞങ്ങൾ വടിയൊക്കെ വരും, കല്യാണം കഴിഞ്ഞ് മുത്തിന്റെ പിള്ളേരായിട്ട് വരും. അങ്ങനെയൊക്കെ ഞങ്ങൾ വിചാരിക്കും കേട്ടോ. കാരണം ഇവിടെ ഉള്ളൊരു സന്തോഷം. അനീഷേട്ടൻ ഞാൻ എന്നിട്ട് പറഞ്ഞു, അനീഷേട്ടന് പ്രായം ആയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. വല്ല ആവശ്യമുണ്ടോ അവൾക്ക് അങ്ങനെ പറയേണ്ടത്? ഇത്രയും നാളത്തെ ഒരു യാത്ര, ഭയങ്കര സന്തോഷം. നമ്മൾ 1000-ൽ എത്തണം കേട്ടോ. ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു. ബ്ലാക്കിസ് തുടങ്ങുന്ന സമയത്ത് ആശംസകൾ ആദ്യം അയച്ചു. അതെ. എത്ര എപ്പിസോഡായി? ഇപ്പോ എപ്പിസോഡ് നിർത്തിയായിരുന്നു. നമുക്ക് തോന്നണ പോലെ അല്ലേ നമ്മുടെ വ്ളോഗ് നിർത്തിയിട്ട് നമ്മൾ ഇതേപോലെ കുശലാന്വേഷണം അഭിനയിച്ചു കേട്ടോ. പറഞ്ഞോ സൂപ്പറായിരുന്നു. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അഭിനയിച്ചു കളഞ്ഞു. ഇത്ര വലിയ പ്രഗത്ഭരൊക്കെ എന്നോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് സൂപ്പർ അത് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്നതല്ലേ. എനിക്ക് ഇടയ്ക്ക് കയറണമെന്നുണ്ടായിരുന്നു, ഞാൻ അപ്പുറത്തൊരു ഫോണിലായിരുന്നു. അപ്പോൾ നടക്കട്ടെ, എല്ലാവരും ആശംസകളും. ശരി. അപ്പോൾ 1000 എപ്പിസോഡ് ആവാൻ പോകണം. വളരെ സന്തോഷത്തോടെ ഞങ്ങളിങ്ങനെ 1000 അല്ല, സത്യം പറഞ്ഞാൽ 1500-ലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും അളിയൻസ്. അളിയൻസ് ഓർഗനൈസേഷനാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ അഭിനയിച്ചു വന്ന രീതിയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണിത്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ 1000 അപ്പോൾ നടക്കട്ടെ. കണ്ടോ, ഇങ്ങനെ സാധാരണ ഒരു ലൊക്കേഷനിൽ നമ്മൾ ആർട്ടിസ്റ്റുകൾ ഒന്ന് വരുമോ? അത് തന്നെ വിളിച്ചു വരുത്തണം. ഒന്നുമില്ല, നമ്മുടെ ഒരു വീടാണ്, എൻ്റെ വേറൊരു വീടാ. അതായത് ഇവളുടെ ഇപ്പൊ ഇവൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എല്ലാ എപ്പിസോഡിലും വന്ന് അഭിനയിച്ച് അതിന്റെ ഒരു എനിക്കിവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആരും ഒന്നും പുതുമയായിട്ട് ആരെയും അങ്ങനെ പുതുമയായിട്ട് തോന്നൂല. നമുക്ക് ഇങ്ങനെ എല്ലാവരും ഇവിടെ ആക്ട് ചെയ്യണതും ക്രൂ മെമ്പേഴ്സ് എല്ലാവരുമായിട്ടും ഭയങ്കര കൂട്ടാണ്. പെട്ടെന്ന് സിങ്ക് ആകും. അങ്ങനത്തെ ഒരു ലൊക്കേഷനാണിത്. അപ്പോൾ ഞങ്ങൾ ഗംഭീര പരിപാടിയൊക്കെ 1000 എപ്പിസോഡിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്ലാക്കിസ് കാണുന്നവർ അളിയൻസ് കാണണം, അളിയൻസ് കാണുന്നവർ ബ്ലാക്കിസും കാണണം. അങ്ങനെ നമുക്കൊരു കൊടുത്തും വാങ്ങിച്ചും അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ അത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഡയറക്ടർ വേറൊരു കാര്യം പറയുമ്പോൾ ഡയറക്ടർ പറഞ്ഞേക്കുന്നത് സിനി ഗംഭീരമായിട്ട് അഭിനയിക്കുന്നു, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടൊരു സൗരഭ്യം എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മുല്ലപ്പൂമ്പൊടി അല്ല, ഇവളാണ് മുല്ലപ്പൂമ്പൊടി. ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടന്നത് കൊണ്ടാണ് എനിക്ക് അല്പമെങ്കിലും അഭിനയിക്കാൻ പറ്റുന്നതെന്നാണ് സാറിന്റെ പുതിയ കണ്ടുപിടുത്തം. അപ്പോൾ ഇവളെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് വാക്കുകൾ വരുന്നില്ല എന്ന് ആര് കണ്ടു, ഒന്നും പറയാൻ പറ്റില്ല. അതാണ് ഞാൻ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഞ്ജുവിന് ചാൻസ് കിട്ടും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ, മുട്ടിൽ നിൽക്കും. അതേമേ അങ്ങനെ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.